ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഗെറ്റ് സെറ്റ് ബേബി. ആഹാ, ദ ബ്യൂട്ടി. എനിക്കെന്തോ ആ ഒരു വാക്ക് ഉപയോഗിക്കാനാണ് ജെനുവിൻലി ഫീൽ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്ത്, നല്ല കൃത്യമായിട്ടുള്ള എഴുത്ത്, അനാവശ്യമായ പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റിയിട്ടില്ല, ഓവറാക്കിയിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്ത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. മനസ്സ് നിറഞ്ഞു. മനസ്സ് മാത്രമല്ല, സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പലയിടങ്ങളിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നതുകൊണ്ട് യാതൊരു മടിയുമില്ല. ചിലപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും ഞാൻ പറയുന്ന ഒരു രീതിയൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവരെന്തൊരു ക്രിഞ്ചായിട്ട് സംസാരിക്കണമെന്ന് തോന്നും. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കണ്ണ് നിറയാൻ കാരണം ഇപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അങ്ങനെയുള്ള അതൊന്നും അല്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ചിലരുടെ സാഹചര്യങ്ങൾ, നമുക്ക് അവരുടെ കൂടെ അങ്ങ് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റാവും. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഴുത്ത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ എടുത്തു വെച്ചിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്, നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. സിനിമയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇഷ്ടമായി. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, പറയാം. ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന് അങ്ങനെ കൂടുതൽ ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ. ഐ മീൻ, ഓഫ് കോഴ്സ് ആളുകൾ ഉണ്ടായിരുന്നു, തീരില്ല എന്നല്ല. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ഉണ്ണിമൂന്നൻ്റെ കഴിഞ്ഞ സിനിമ മാർക്കോ ഗംഭീര വിജയമായിരുന്നു, കുറേ ഓടി. അതേപോലെ തന്നെ ഉണ്ണിമൂന്തൻ ആസ് ആൻ ആക്ടർ വേറെ ലെവലിലേക്കൊക്കെ എത്തി. സോ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ ഒരു സിനിമയിലേക്ക് ഒരുപാട് പ്രേക്ഷകർ വരുമായിരിക്കും എന്നാണ് വിചാരിച്ചത് ആദ്യ ഷോ കാണാൻ. പക്ഷെ അങ്ങനൊരു ഇത് കണ്ടില്ല എന്നാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. എന്തായാലും ഇനി ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞല്ലോ, പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഒരുപാട് ആളുകൾ കയറി കാണും, നല്ലൊരു വിജയത്തിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ. ഐ തിങ്ക് ഫാമിലി ഓഡിയൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ ദേ വിൽ എൻജോയ് ദ മൂവി. ഐ തിങ്ക് എനിക്ക് തോന്നിയതാണ്. യങ്സ്റ്റേഴ്സിനും ഇഷ്ടപ്പെടും. ഞാൻ യങ്ങാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഫാമിലിയുടെ കാര്യം ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഉണ്ടെന്നേ, അത് എനിക്കെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. അത് ഫാമിലി ഓഡിയൻസ് കയറി ചാടി ഓടി വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പം എനിക്ക് ഒന്നും പറയരുത്, ഒരിക്കലും അല്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫുൾ പാക്കേജാണ്. ഇപ്പോൾ ഉണ്ണിമൂന്തനെ ലൈക്ക് വേറെ രീതിയിൽ കാണുമല്ലോ ആളുകൾ, ലൈക്ക് ഒരു നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജ്, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള സാധനം ഉണ്ട്, അല്ലാത്തൊരു ഒരു ചക്രക്കുട്ടൻ ടൈപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ആ ഒരു കൈൻഡ് ഓഫ് ബിഗ് ഓഡിയൻസ് കയറി വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റുന്നൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് യങ്സ്റ്റേഴ്സിന് പറ്റുട്ടോ, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. ഫാമിലിയുടെ കാര്യം ഞാൻ എടുത്ത് പറയാൻ കാരണം ഈ ഒരു റീസൺസ് ഒക്കെ കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വിഷയം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കാണുക. ഇതിൻ്റെ അകത്തുള്ള വിഷയം അത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം. അത് ഓവറാക്കണമെങ്കിൽ ചളമായി പോയിണ്ടാവും. പക്ഷെ അത് ഇല്ലടാ, കറക്റ്റായി വന്നിട്ടുണ്ട്. അതിലാണ് എനിക്ക് ഇത്രയും സന്തോഷം. കൃത്യമായിട്ട് അത് നമുക്ക് അവർ ഉദ്ദേശിച്ചൊരു സംഗതി ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്, അത് കൺവേ ആയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ കാണുക, തുടക്കം തൊട്ട് നിങ്ങൾ സിനിമ കാണുക, അത്രയേ ഉള്ളൂ. പിന്നെ ഉണ്ണിമൂന്തൻ മോനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് പറയേണ്ട കാര്യമാണ്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആസ് ആൻ ആക്ടർ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമോഷണൽ സീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കരയുന്ന രംഗാണെന്നുണ്ടെങ്കിലും കരയുന്ന സമയത്ത് പുള്ളി ഡയലോഗ് പറയുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ നിഖില വിമലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരേ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളും വിമർശനങ്ങളൊക്കെ അവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത്, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരാണെങ്കിലും അവരുടെ ഇമോഷണൽ സീന്, ഉണ്ണിമൂന്തനും നിഖില വിമലും തമ്മിലുള്ളൊരു സീനുണ്ട് ഒരു സിറ്റുവേഷനിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണിമൂന്തനും നന്നായി ചെയ്തിട്ടുണ്ട്, നിഖില വിമലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
ഇവരുടെ ബോണ്ടിങ് ഉണ്ടല്ലോ, ഉണ്ണിമുകുന്ദൻ നിഖില വിമൽ, നല്ലൊരു ബോണ്ടാണ്. ഐ മീൻ ഇവരെ ഒരുമിച്ച് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ നല്ല രസമാണ്. മറ്റേ ഫസ്റ്റത്തെ ഒരു സീനുണ്ട്, ഇവർ തമ്മിൽ അടുത്തിട്ട് ഉള്ളൊരു ഇവർ തമ്മിലുള്ളൊരു സീനുണ്ട്. ഉണ്ണിമുകുന്ദൻ ഒരു ഇമോഷണൽ സംഭവം പറയുന്നൊരു സംഭവമാണ്, മമ്മീനെ കുറിച്ചിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. ആ സമയത്തൊക്കെ ഇവരെ ഒരുമിച്ച് കാണുന്ന സമയത്ത് രസമാണ്, മനസ്സിലായില്ല? അവർ ഒരുമിച്ച് കാണാൻ നല്ല പെയറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇത് എടുത്ത് പറയാൻ കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നിഖില വിമലിനെ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ ട്രെയിലറിൻ്റെ ഒക്കെ താഴെ പറയുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കിത് പറയണം തോന്നി. അങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ അവർ നിഖില വിമലാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ ഒരുമിച്ചിട്ട് കാണാനാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുരമയി ലക്ഷ്മി, ഷീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. നല്ലൊരു കഥാപാത്രമാണ് ഇതിൻ്റെ അകത്ത് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ അഭിനയമാണെന്നുണ്ടെങ്കിൽ. പിന്നെ എടുത്ത് പറയേണ്ടത് സുധീഷ് ചേട്ടനാണ്. എൻ്റെ മോനെ, അങ്ങേര് നല്ല ആക്ടറാണ്, അയാളെ ഇനിയും യൂട്ടിലൈസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ണിമുകുന്ദൻ ഡോക്ടറാണല്ലോ, ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ പുള്ളിയും സുധീഷ് ചേട്ടനും തമ്മിലൊരു സീനുണ്ട്. അതിൽ സുധീഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് വല്ലാത്ത അയാളുടെ മാനസികാവസ്ഥയെ ആലോചിച്ച് നോക്കണേ. ആ മാനസികാവസ്ഥയിൽ അയാൾ ഭയങ്കര ഇമോഷണലായിട്ട് ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് പറയുന്നൊരു സീനുണ്ട്. അതിൽ സുധീഷ് ചേട്ടൻ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള സീനുകളൊക്കെ നമുക്ക് കണ്ണറിയും. അതാണ് എല്ലാ കഥാപാത്രത്തിനും ഒരു ഡെപ്ത് ഉണ്ട്, മീനിങ് ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതൊന്നും ആരും വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറൊന്നുമല്ല, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാൻ ഞാൻ വിട്ടുപോയി, ഇതിലൊരു നേഴ്സ് കഥാപാത്രമുണ്ട്. സത്യത്തിൽ ഇതിലൊരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്കൊരു കാര്യം സംഭവിക്കുമ്പോൾ, ഞാൻ എന്തെന്നൊന്നും പറയുന്നില്ല, നേഴ്സ് വിഷമമായി. അങ്ങനെ വിഷമം തോന്നാൻ കാരണം ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെതായ ഒരു സാധനമുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു അത്. ആ ഒരു നേഴ്സാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്യാം വെറുതെ വന്നു പോകുന്നതല്ല, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്, നല്ലൊരു ക്യാരക്ടറായിരുന്നു അത്. പിന്നെ ആരാ വിട്ട, പിന്നെ ദിനേശ് പ്രഭാകർ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ ഉള്ള നല്ല ക്യാരക്ടറെ കിട്ടിയത് പുള്ളി നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും എവരിവൺ. ഇപ്പോൾ മറ്റേ ഇതിൽ ജോയ് മാത്യു ഉണ്ട്. ജോയ് മാത്യു എന്നല്ലേ അയാളുടെ പേരെന്താ വിട്ടുപോയല്ലോ, ഉണ്ണിമുകുന്ദൻ്റെ നിഖില വിമലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഉണ്ണിമുകുന്ദൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനാണ്. ഒരു പോസിറ്റീവ് സംഭവം, മനസ്സിലായ ഒരു പോസിറ്റീവ് ഓറ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത്. നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തൊക്കെ നല്ല കളർഫുള്ളായിരുന്നു, മനസ്സിലായ കുറേ സാധനങ്ങളുണ്ട്, നല്ലത് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ നല്ല സുന്ദരനുമാണ്, നല്ല രസമുണ്ടാ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. ഇത് പറഞ്ഞ് ഈ കഥാപാത്രങ്ങളെക്കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും ഇരുന്ന് പറഞ്ഞ പോലെ ആയോ? സോറി ട്ടാ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാ ഈ ഒരു സിനിമയ്ക്കകത്ത്. കണ്ടിട്ടേ നന്നായിട്ട് എന്തായാലും വരട്ടെ. നല്ലൊരു സിനിമ, നല്ല കൃത്യമായിട്ടുള്ള നല്ലൊരു റൈറ്റിംഗ് ഉള്ളൊരു നല്ലൊരു സിനിമ. ഇങ്ങനെ 3-4 തവണ കാണാനുള്ള സ്റ്റഫ് ഉണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള സിനിമകൾ ഇങ്ങനെ 3-4 തവണ കാണാനുള്ള അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു തവണ കണ്ടാൽ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ലൊരു ഫീൽ ഗുഡ് ഒരു സിനിമ തന്നെയാണ്. എന്നാൽ നല്ലൊരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത്, നല്ലൊരു കോണ്ടന്റ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഒരു തവണ നമുക്കിത് സുഖമായി കാണാം, നിരാശപ്പെടുത്താതെ നമുക്കിരുന്ന് കാണും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു സിനിമ. അതാ പറഞ്ഞത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ എന്ന് ഞാൻ പറയാം. കാരണം മാർക്കോ പോലൊരു വയലൻ്റ് സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തക്കാരനായ സുന്ദരക്കുട്ടനായ ചക്രക്കുട്ടനായ ഒരു സിനിമ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു ഒപ്പീനിയനായിട്ടാണ് പറയണേ. സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയണേ, വ്യക്തിപരമാണ്, പേഴ്സണലാണ്, സ്ട്രിക്ട്ലി പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഫീലിംഗ് ആണ് പറയണത്. ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. വെറുതെ വന്നിട്ട് ഇനി ഇവർ കാശ് വാങ്ങി, മറ്റവർ കാശ് വാങ്ങി, മറിച്ചവർ കാശ് വാങ്ങി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആയിടോണോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങളത് അങ്ങോട്ട് പോയിട്ട് തെളിയിക്കി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓവറോൾ ഗെറ്റ് സെറ്റ് ബേബി കൊള്ളാം, നല്ല പടം. കൂടുതലൊന്നും പറയുന്നില്ല. പോയി കാണാം, പറ്റുകയാണെങ്കിൽ പോയി കാണാം, താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. നമ്മളൊന്നും ആരെയും പറഞ്ഞ് അങ്ങോട്ട് നിർബന്ധിച്ച് വിടണമൊന്നുമില്ല. എല്ലാവർക്കും അവനവൻ്റേതായ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ മാനിക്കുക, നിങ്ങളെ മാനിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് അടിക്കൂ, ബെല്ലൈക്കൺ അടിക്കൂ. വീണ്ടും വരൂ. ശരി എന്നാൽ. എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടോ ഈശ്വരാ? അയ്യോ, ക്യാരക്ടേഴ്സിൻ്റെ ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടോ? അയ്യോ, ചിലരുടെ പേര് കിട്ടുന്നില്ലടോ. മനസ്സിൽ പലരുടെയും മുഖം വരുന്നുണ്ട്, പലരുടെയും പേര് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. സാരമില്ല, പോട്ടെ, ബൈ.